ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വ്ളോഗാണ്. നമ്മുടെ അവിട്ടം ദിന പ്രത്യേക പരിപാടികളാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കാണുന്നത്. അപ്പോൾ അവിട്ടം നമ്മൾ ആഘോഷിക്കുന്നത് എൻ്റെ അമ്മയുടെ തറവാട്ടിലാണ് കേട്ടോ. വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ട് ഞാൻ ആറന്മുളയിൽ എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീട്ടിൽ നിന്നൊരു 2 കിലോമീറ്റർ കഷ്ടിയേ ഉള്ളൂ അമ്മയുടെ കുടുംബ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ അവിട്ടം ആഘോഷിക്കുന്നത്. അവിടെ അപ്പൂപ്പനും അമ്മൂമ്മയുണ്ട്. അവരുടെ കൂടെ നമ്മൾ എല്ലാവരും അവിട്ടം ആഘോഷിക്കും. അങ്ങനെയാണ് എന്നാലേ ഒരു തൃപ്തിയാകത്തുള്ളൂ നമുക്ക്. അങ്ങനെ അപ്പൂപ്പൻ ഇപ്പം കുറച്ച് വയ്യാതൊക്കെ ഇരിക്കുകയാണ്. എന്നാലും അപ്പൻ ഉഷാറായിരുന്നു, നമ്മുടെ കൂടെയൊക്കെ വന്നിരുന്നു, സംസാരിക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പൂപ്പനും അമ്മൂമ്മയും. അപ്പോൾ ഈ പ്രാവശ്യം കുട്ടീസൊക്കെ കുറച്ച് വളർന്ന് ഒരു 1.5-2 വയസ്സൊക്കെ ഉള്ള കുട്ടീസൊക്കെ ആയതുകൊണ്ട് തന്നെ അവരുടെ കളികളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. കഴിഞ്ഞ വർഷം കുറച്ച് കുഞ്ഞല്ലേ, അപ്പം നമുക്കിങ്ങനെ ഓടി നടന്നുള്ള കളികളൊന്നും കാണാൻ ഒക്കത്തില്ലായിരുന്നു. ഈ പ്രാവശ്യം നല്ല പ്രായമാണ്, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു ഈ പ്രാവശ്യത്തെ ഓണം. പിന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പൂക്കളം ഇടുകയാണ്. അപ്പോൾ ആ ഇരിക്കുന്ന മജന്ത കളറിലെ ചുരിദാർ ഇട്ടതാണ് എൻ്റെ ചിറ്റ, ഏറ്റവും ഇളയ ചിറ്റയാണ് കൂടുതൽ ഏറ്റവും ആക്റ്റീവ്. അപ്പോൾ ചിറ്റ തിരുവോണത്തിൻ്റെ അന്ന് ചിറ്റ വീട്ടിലേക്ക് പൂക്കളം ഇടാൻ വേണ്ടി വാങ്ങിച്ച കുറച്ച് പൂക്കളൊക്കെ ബാക്കി എടുത്തുകൊണ്ട് വന്നായിരുന്നു. പിന്നെ നമ്മൾ അയ്യത്തു നിന്നൊക്കെ ചിറ്റ ഏതാണ്ടൊക്കെ കുറേ പുല്ലും പോച്ചയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അതിലേക്ക് പൂവൊക്കെ എടുത്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൂക്കളം ഇട്ട്, സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഒരു പൂക്കളം ഇട്ടു. അപ്പോൾ അത് തന്നെ സന്തോഷം. ഈ പ്രാവശ്യം ഞാനിവിടെ പൂക്കളം ഇട്ടില്ലായിരുന്നു, കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറച്ച് ഓണത്തിനോടൊക്കെ അടുത്തു, പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം പൂക്കളം ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ഒരു വിഷമം ഞാൻ ഈ അവിടത്തിൻ്റെ അന്ന് പൂക്കളം ഇട്ടങ്ങ് തീർത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനുണ്ട്, കുട്ടീസ് 2 പേരുണ്ട്. ഒരാളുണ്ട്, ആളിപ്പോൾ വരും. പിന്നെ അനിയത്തിമാരുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടൻ്റെ വൈഫാണ് ആയിരിക്കുന്നത്. കുഞ്ഞു മക്കളെല്ലാവരുമായിട്ട് നമ്മൾ ചിറ്റ പിന്നെ എല്ലാവരുടെയും കൂടെ കൂടും. കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെയും കൂടും, പ്രായമുള്ളവരുടെ കൂടെയും കൂടും, എല്ലാവരുടെയും കൂടെ കൂടും. അപ്പോൾ നമ്മളങ്ങനെ അത്തപ്പൂ ഇടുന്ന കാഴ്ചയാണ്, പൂക്കളം ഇടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഫോട്ടോ സെഷൻസ് നടക്കുന്നുണ്ട്, വീഡിയോ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇടയ്ക്ക് കൂടെ. കുഞ്ഞുങ്ങളിങ്ങനെ ഓടി നടക്കുവാണെങ്കിലും അവരങ്ങനെ ശല്യപ്പെടുത്തിയൊന്നുമില്ല കേട്ടോ. നമ്മൾ പൂക്കളം ഇടുന്നതിനകത്തിൽ അലമ്പും കാര്യങ്ങളൊന്നും കാണിച്ചില്ല. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. കുറച്ച് എന്താ പറയുക, അത് സാധാരണ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് അലമ്പും, അങ്ങനെയൊന്നും അലമ്പിയൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ നമ്മളോട് സഹകരിച്ച് നിന്ന് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇരുന്നും കിടന്നും ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ പൂക്കളം ഇടുന്ന
ഈ നിൽക്കുന്നതാണ് എൻ്റെ അമ്മുമ്മ. അപ്പോൾ നമ്മുടെ പൂക്കളെല്ലാം കംപ്ലീറ്റ് ആയത് കാണാൻ വേണ്ടി അമ്മുമ്മ അടുക്കളയിൽ നിന്ന് വന്നതാണ്. നമ്മുടെ മീനൂട്ടി ഇങ്ങനെ പൂക്കളത്തിൻ്റെ മുമ്പിൽ തന്നെ പട്ടുപാടും ബ്ലൗസൊക്കെ ഇട്ട് നിൽപ്പുണ്ട്, സെറ്റുപാടും ബ്ലൗസൊക്കെ ഇട്ട് നിൽപ്പുണ്ട് കേട്ടോ. ആ സമയത്താണ് ചേട്ടനും ചേച്ചിയും കുഞ്ഞും കൂടെ വന്നത്. അങ്ങനെ നമ്മുടെ കോളം കംപ്ലീറ്റ് ആയി. ഇതാണ് സിദ്ധുവാവ, എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞ്. അങ്ങനെ 3 കുട്ടികളാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു രസവും സന്തോഷവും എല്ലാം. മീനൂട്ടി, ആദിക്കുട്ടൻ, സിദ്ധുവാവ, അങ്ങനെയാണ് ഓർഡർ. അപ്പോൾ മീനൂട്ടിയാണ് ഒരേ ഒരു പെൺതരിയാണ്. അപ്പോൾ അവൾ സെറ്റ് പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിങ്ങനെ തിമിർത്ത് നടക്കുകയാണ് അവിടെ. ആദിക്കുട്ടനാണെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. സിദ്ധുവാവ കുറച്ചൊന്ന് പാടായിരുന്നു ഒന്ന് അടുത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സദ്യ ഒക്കെ വിളമ്പി അപ്പൂപ്പനെ കൊണ്ടുവിടെ ഇരുത്തുകയാണ് കേട്ടോ, സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് സദ്യ കഴിച്ചു. അപ്പോൾ നോൺ വെജ് ഉണ്ട് കേട്ടോ. അവിട്ടത്തിൻ്റെ അന്ന് നമ്മൾ ഇവിടെ ഒന്നെങ്കിൽ മീൻ കറിയോ ചിക്കൻ കറിയോ മീൻ വറുത്തോ എന്തെങ്കിലും കാണും. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് മീൻ കറിയും മീൻ വറുത്തതുമായിരുന്നു. ഏത് മീനാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഇത് ലഞ്ച് ടൈമാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചു. 3-4 ട്രിപ്പ് ഉണ്ടായിരുന്നു. എല്ലാവരുടെ സന്തോഷത്തോടെ, അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അതാണ് സന്തോഷം. എല്ലാവരും കൂടിയിരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇനി അങ്ങനെ പൂക്കളെല്ലാം ഇട്ട് കഴിഞ്ഞു, സദ്യയൊക്കെ കഴിച്ചു. അതിന് ശേഷമാണ് നമ്മുടെ കുട്ടീസിൻ്റെ പെർഫോമൻസാണ്. നല്ല രീതിയിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അത്തപ്പൂ 3 പേരും കൂടെ കുളമാക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ തന്നെ മാക്സിമം അവർ എഫേർട്ട് എടുത്ത് തന്നെ കുളമാക്കി. പിന്നെ നമ്മുടെ ഇത് കഴിഞ്ഞല്ലോ, നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. അതിന് ശേഷമാണ് നമ്മൾ അവർക്ക് കളിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് അത്തപ്പൂവൊക്കെ എടുത്തെറിഞ്ഞ് കളിക്കുകയാണ്. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ആ കാഴ്ചകളൊക്കെയാണ് എല്ലാവരും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് കൈയടിക്കുകയും ചിരിക്കുകയും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാണാൻ 3 പേർക്കും. ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ ഇത് കുളമാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ കാഴ്ചകളാണ് ഈ കാണുന്നത്.